സ്പീഡോമീറ്റർ ക്ലസ്റ്ററെല്ലാം വേറെ ലെവലിലേക്ക് ഹോണ്ട ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടില്ല. 7 ഇഞ്ചാണ് ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ സൈസ് കൊടുത്തില്ല. ഒരുപാട് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു TFT ക്ലസ്റ്റർ വഴി നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഡാഷ്ബോർഡിലൊക്കെ വളരെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ക SUV കാറ്റഗറിയിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ ഡ്രൈവിംഗ് ടൈമിൽ അല്ലെങ്കിൽ നമുക്ക് യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന ആ സസ്പെൻഷൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് പല വാഹനങ്ങളിലും ഒരു പടി പുറകിലോട്ടാണ് നിൽക്കാറുള്ളത്. മറ്റുള്ള വാഹനങ്ങളിൽ പൊതുവേ കണ്ടുവന്നിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ലെഗ് റൂം കൂടുന്ന സമയത്ത് ബാക്കിൽ ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ വരാറുണ്ട്. പക്ഷേ എലവേറ്റിൻ്റെ കാര്യത്തിൽ ഹോണ്ട ഒരു വിട്ടുവീഴ്ച ഈ ഒരു കാര്യത്തിൽ വരുത്തിയിട്ടില്ല കേട്ടോ. റോഡിലിറങ്ങിയിട്ട് കുറച്ച് ദിവസം ഓടിച്ച് നോക്കാതെ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു വാഹനത്തിൻ്റെ റിവ്യൂ പറയുക? അതുകൊണ്ടാണ് ഇത്രയും നാൾ നമ്മൾ എലവേറ്റ് മാറ്റി വെച്ചത് കേട്ടോ. അപ്പോൾ നമസ്കാരം, ഞാൻ വിജിത്താണ് ഫ്രം കാസർഗോഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ വ്യൂസിനും സ്വാഗതം. ഹോണ്ട എലവേറ്റ് VX CVT വേരിയൻ്റ് ആണ് കേട്ടോ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളിലുള്ള നമ്മളെ മലയാളികൾ ഇരുന്ന് നോക്കുന്നുണ്ടാവുമല്ലോ വീഡിയോസ്. കറക്റ്റ് എടുക്കണോ, സെൽട്ടോസ് എടുക്കണോ, അതിനി ഗ്രാൻഡ് വിറ്റാരി എടുക്കണോ, അതല്ല എലവേറ്റ് ആണോ നല്ലത്, അങ്ങനെ ആകെ കൺഫ്യൂഷനിലായിരിക്കുമല്ലോ ഉള്ളത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ചാനൽ ഫോളോ ചെയ്യാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മുതൽ ഫോളോ ചെയ്ത് തുടങ്ങിക്കോ. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം നമ്മളെ ചാനലുണ്ട്. അപ്പോൾ ഒട്ടും വൈകണ്ട, നമുക്ക് നേരെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഇതാണ് ഐറ്റം. സിമ്പിൾ ആൻഡ് പവർഫുള്ളാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഏച്ച് കെട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നല്ല പവർഫുള്ളായിട്ട് തന്നെ ആ ഒരു ഫിനിഷിങ് തീർത്തിട്ടുണ്ട്. ഹെഡ്ലാമ്പ് യൂണിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ DRLോട് കൂടിയിട്ടുള്ള നല്ല ക്രിസ്റ്റൽ കട്ട് 2 ഹെഡ്ലാമ്പ് യൂണിറ്റാണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ തൊട്ട് താഴെ ബമ്പറിലായിട്ട് നല്ലൊരു ഫോഗ് ലാമ്പും കൂടി കൊടുത്തിട്ടുണ്ട്. അതും LED ആണ്. നല്ല മാസീവായിട്ടുള്ള ലുക്കിലാണ് കേട്ടോ ആ ഒരു ഗ്രില്ലിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഗ്ലോസി ബ്ലാക്ക് അല്ല വരുന്നത്, മാറ്റ് ബ്ലാക്ക് ആണ്. ഗ്ലോസി ബ്ലാക്ക് വരുന്നത് ഫുൾ ഓപ്ഷൻ വേരിയൻ്റിലാണ്. സെൻട്രലായിട്ട് നല്ലൊരു ഹോണ്ടേൻ്റെ ബാഡ്ജിങ്ങും കൂടി കാണാനുണ്ട്. തൊട്ട് മുകളിലേക്ക് കൂടിയിട്ട് നല്ലൊരു സിൽവർ ക്രോമിൻ്റെ ഒരു ഫിനിഷിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ബോണറ്റിലൊക്കെ നോക്കുന്ന സമയത്ത് നെഞ്ചൊക്കെ വിരിച്ചിരിക്കുന്ന രീതിയിലാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. താഴത്ത് ബമ്പറിലായിട്ട് നല്ലൊരു സ്കിപ്പ് ലൈറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെങ്കിൽ വലിപ്പത്തിൻ്റെ കാര്യത്തിലും വീൽ ബേസിൻ്റെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും വരുത്തിയില്ല കേട്ടോ. 4312 mm ആണ് കേട്ടോ ലെങ്ത്ത് വരുന്നുള്ളത്. അടുത്ത നമുക്ക് ഇതിൻ്റെ അലോയിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു ഡയമണ്ട് കട്ട് അലോയാണ് കൊടുത്തിട്ടുള്ളത്. 17 ഇഞ്ചാണ് കേട്ടോ വീൽ സൈസ് വരുന്നുള്ളത്. അത്യാവശ്യം നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. പിന്നെ നല്ലൊരു ബ്ലാക്ക് ക്ലാഡിങ് അതിന് തൊട്ട് മുകളിലേക്ക് കൂടിയിട്ട് പുറകിലേക്ക് ഇറങ്ങി പോകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മിററിൻ്റെയൊക്കെ സൈസ് ഒരു രക്ഷയില്ലാത്ത സൈസാണ് കേട്ടോ. വലിയ വിസിബിൾ ആയിട്ടുള്ളൊരു മിററാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോൾഡബിൾ ആണ്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഡിസൈന് ചേരുന്ന രീതിയിലൊരു ക്യാരക്ടർ ലൈനാണ് ഈ കൊടുത്തിട്ടുള്ളത്. VX വേരിയൻറ്റിൽ സ്മാർട്ട് ആക്സസ് കാർഡ് തന്നെയാണ് കേട്ടോ വരുന്നുള്ളത്. നമ്മളെ കീലെസ് എൻട്രിക്ക് വേണ്ടിയിട്ട് നമുക്ക് വണ്ടിയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവുന്ന രീതിയിലുള്ള ആ ഒരു സിസ്റ്റം തന്നെയാണ് ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുണ്ട്. കൂടാണ്ട് നമുക്ക് ഇവിടെ ചെറിയ ഡോർ ഹാൻഡിൽ ഒരു ചെറിയ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. കണ്ട ഈ ഒരു ബട്ടൺ അതിന് വേണ്ടി ഓപ്പൺ ചെയ്യാൻ വേണ്ടി. അതേപോലെ നമുക്ക് മാനുവലിയും അത് ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു ലോക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ചില ഏരിയകളിൽ മാത്രം നമുക്ക് ആ ഒരു സെൽട്ടോസിൻ്റെയൊക്കെ ആ ഒരു ഫിനിഷിങ് കാണാനുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു ടെയിൽ ലാമ്പിൻ്റെ ലൈന് അതേപോലെ തന്നെ സൈഡിൽ ചില ഏരിയകളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു സെൽട്ടോസിൻ്റെ ഫീൽ എനിക്ക് മാത്രം തോന്നിയതാണോ എന്നറിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ടെയിൽ ലാമ്പ് യൂണിറ്റ് വരുന്നത്. ജസ്റ്റ് ഞാനൊന്ന് ഓണാക്കിയിട്ട് കാണിക്കാം. LED ആണ് വരുന്നുള്ളത്. കണക്റ്റിംഗ് ടൈപ്പാണ് ടെയിൽ ലാമ്പ് വരുന്നത്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ആ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഫിനിഷിംഗ് ഒക്കെ. പിന്നെ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ബാക്ക് ഡിക്കിലൊക്കെ കാണാൻ ഭയങ്കര സ്റ്റൈലിഷും കൂടിയാണ്. VX മോഡൽ ആയതുകൊണ്ട് തന്നെ ബാക്കിൽ ഡിഫോഗർ ലൈൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈപ്പർ വാഷർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു ഷാർപ്പിൻ ആൻറ്റിനും നല്ല 2 റൂഫ് ബാറും കൂടി കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്പോയിലർ എന്ന് അവകാശപ്പെടാൻ പറ്റില്ല, എന്നാലും അങ്ങനെയുള്ള രീതിയിലൊരു കട്ടിങ്ങോട് കൂടിയിട്ടുള്ളൊരു ചെറിയ സ്പോയിലറും കൂടി ആ ഒരു ബാക്കിൽ നമുക്ക് കാണാനുണ്ട്. ഹോണ്ടേൻ്റെ കാര്യത്തിൽ പൊതുവേ നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയർ സൈഡിലൊന്നും ഒരുപാട് ഏച്ചെട്ടൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ ആ ഒരു ഡിസൈൻ ഫിനിഷ് ചെയ്യും. ഡിക്കിൽ താഴത്തായിട്ട് IV ടെക്കിൻ്റെ ഒരു ചെറിയ ബാഡ്ജിങ്ങും നല്ലൊരു റിഫ്ലക്ടറും കൂടാണ്ട് നല്ലൊരു സ്കിപ്പ് ലൈറ്റും കൂടി ഈ ഒരു ബമ്പറിൽ കൊടുത്തിട്ടുണ്ട്. വീൽ ബേസിൻ്റെ കാര്യത്തിലും ഒട്ടും വിട്ടുവീഴ്ച വരുത്തിയിട്ടാ. 2650 mm ആണ് വീൽ ബേസ് കൊടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെയൊക്കെ നമുക്ക് ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ നമുക്ക് കാണാനുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ബൂട്ട് സ്പേസും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ചെറിയൊരു ബട്ടൺ ഇതിൻ്റെ താഴത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ല പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആവും. ഇതാണ് എലവേറ്റിൻ്റെ ബൂട്ട് എന്ന് പറയുന്നത്. 458 ലിറ്ററാണ് ബൂട്ട് സ്പേസ് ഇല്ല കേട്ടോ. അതിൻ്റെ അകത്ത് ചെറിയൊരു ലാമ്പും കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് 60-40 ആയിട്ട് ആ ഒരു സീറ്റ് ഫോൾഡ് ചെയ്യാനും കൂടി പറ്റും.
പൊതുവേ നമ്മൾ പറയാറ് ചെറിയ ഡ്രൈവിനൊക്കെ പറ്റിയൊരു സ്പേസ് ഉണ്ട് എന്നാണ് നമ്മൾ പൊതുവേ പറയാറ്. പക്ഷേ ഇത് ലോങ് ഡ്രൈവിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ നല്ലൊരു പാർസൽ ട്രെയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ട്രങ്ക് ലൈറ്റ് 2 ആവായിരുന്നു എന്ന് എനിക്കൊരു ചെറിയൊരു അഭിപ്രായമുണ്ട്. എന്തായാലും നമ്മൾ ആ ബൂട്ടൊന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്റ്റീരിയർ സൈഡിൽ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. പിന്നെ എലവേറ്റ് എന്നുള്ളൊരു ബാഡ്ജിങ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതാ വേരിയൻറ്റ് CVT ആണോ എന്നുള്ളതൊന്നും മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല, സിമ്പിളാണ്. 1790 mm ആണ് വിഡ്ത്ത് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ 40 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത്. പെട്രോൾ മാത്രമേ വരുന്നില്ലൂ കേട്ടോ. പെട്രോളിലാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു എലവേറ്റ് കിട്ടിക്കൊണ്ടുള്ളത്. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ മോഡലുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കേണ്ട ഏരിയ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഡോർ ഓപ്പൺ ചെയ്യാണ്. ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. അതിൻ്റെ ആ ഒരു ഡോർ പാഡിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡുവൽ ടോൺ എന്നുള്ള ആ ഒരു കോമ്പോയിലാണ് ഇതിൻ്റെ കളർ കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്ക് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ഞാൻ അങ്ങനെ ബാൻ ക്വാളിറ്റി എന്നൊന്നും പറയില്ല കേട്ടോ. ഒരു ആവറേജ് ക്വാളിറ്റി അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. താഴത്തായിട്ട് നല്ല 2 സ്റ്റോറേജ് സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തത്തെ സ്പേസ് എന്ന് പറയുന്നത്. നല്ല കളർ കോംബോ ആണ് കേട്ടോ ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് വേണമെങ്കിൽ 60/40 ആയിട്ട് ഫോൾഡ് ചെയ്യാനുള്ള ഒരു നോബാണ് ഈ കാണുന്നുള്ളത്. എന്തായാലും നമ്മൾ ഒന്ന് ഇരുന്നിട്ട് തന്നെ നമുക്ക് നോക്കണം, എന്നാലേ നമുക്ക് ഇതിൻ്റെ ആ ഒരു സ്പേസ് എങ്ങനെയെന്നില്ല അറിയാൻ പറ്റും. ഞാൻ അത്യാവശ്യം ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ്. എന്തായാലും നമുക്കൊന്ന് റിയർ സീറ്റിലൊന്ന് ഇരുന്നിട്ട് നോക്കാം. ബാക്ക് റിയർ AC വെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറി ഇരിക്കുകയാണ്. കണ്ട, ഇതാണ് ഇതിൻ്റെ അകത്തത്തെ സ്പേസ് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തൈ സപ്പോർട്ട് എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് വൻ തൈ സപ്പോർട്ടൊക്കെയാണ് തരുന്നതെന്നാണ്. നല്ല സ്പേസ് ഉണ്ട്, കാല് നീട്ടി വെച്ചിരിക്കാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റിയർ ACൻ്റെ വെൻറ്റ്, പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടിലേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും മുമ്പിൽ ഇരിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ജസ്റ്റ് നമുക്ക് അടുത്തത് ഫ്രണ്ട് ഏരിയ എങ്ങനെയുണ്ടെന്നല്ലേ ജസ്റ്റ് നോക്കാം. ജസ്റ്റ് ഡാഷ്ബോർഡ് ഇൻറ്റീരിയർ ഞാനൊന്ന് കാണിക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഡോർ പാഡ്. ഡാഷ്ബോർഡിലേക്കെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാനുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് വേണം നമുക്ക് കമ്പാരിറ്റീവിൽ എങ്ങനെയാണ് പ്രൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആ ഒരു സീറ്റിൻ്റെ ഒക്കെ ആ ഒരു മെറ്റീരിയലൊക്കെ ഫാബ്രിക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു കുഷനിങ്ങോട് കൂടിയിട്ടുള്ളൊരു നല്ല ബക്കറ്റ് സീറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡാഷിലേക്ക് നോക്കുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലോസി ബ്ലാക്കിൻ്റെ ഒരു ഫിനിഷിംഗ് ഉണ്ടല്ലോ, അത് നല്ല ഉണ്ട് കേട്ടോ. അതൊരു പ്രീമിയം ടച്ച് നമുക്ക് ആ ഒരു ഡാഷിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്ത നമുക്ക് ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് തന്നെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതാണ് ഫ്രണ്ട് ഡോർ പാഡ് വരുന്നത് കേട്ടോ. അതിൽ നമുക്ക് പവർ വിൻഡോൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നുള്ളത്. അതേപോലെ തന്നെ ലോക്ക് അൺലോക്കിനുള്ള ബട്ടൺ, മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ആ ഒരു നോബും ബട്ടണുമാണ് ഈ കാണുന്നത്. തൊട്ട് താഴെ തന്നെ ആയിട്ടൊരു ബോട്ടിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ട്യൂട്ടർ നമ്മൾ ഈ ഒരു മിററിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻറ്റീരിയർ സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. വൻ സംഭവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ആ പ്രൈസിങ്ങിൽ അത് അടിപൊളിയാണ്. മറ്റുള്ള വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൈസിൽ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഡ്രൈവർ സീറ്റിൽ ഇരുന്നിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിൻ്റെ ആ ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഹോണ്ടേൻ്റെ ബാഡ്ജിങ് വന്നു ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ. പിന്നെ സ്റ്റിയറിംഗ് വീലൊക്കെ ലെതറിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് പിടിക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ. അതേപോലെ ഈ ഒരു ചെറിയ ഫിനിഷിങ് കണ്ട, ഇത് എവിടെയോ കണ്ട് മറന്നിട്ടുണ്ട്, ഓർമ്മ കിട്ടുന്നില്ല. ഓർമ്മയില്ലവരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ കോൾ എടുക്കാനും ഡ്രോപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ബട്ടണാണ്. അതേപോലെ നമ്മൾ വോളിയം കൂട്ടാനും കുറക്കാനും പിന്നെ ഇതിൻ്റെ സ്പീഡോമീറ്റർ ക്ലസ്റ്ററും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബും ബട്ടണും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ചെറുതാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക് AC ക്ലൈമറ്റ് കൺട്രോളിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നുള്ളത്. അതൊക്കെ നമുക്ക് വണ്ടി ഓൺ ചെയ്യുന്ന സമയത്ത് കാണിക്കാം കേട്ടോ. അതേപോലെ 2 ACൻ്റെ വെൻറ്റ് അതിൻ്റെ സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. ACൻ്റെ കൺട്രോളും കാര്യങ്ങൾക്കുള്ള ആ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ കൂട്ടാനും കുറക്കാനുള്ള ഒരു ബട്ടണാണ് ഈ കാണുന്നത്. പിന്നെ തൊട്ട് താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു വയർലെസ് ചാർജറും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. തൊട്ട് സൈഡിൽ തന്നെ ആയിട്ട് 2 USB പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. താഴത്തായിട്ട് ആ ഒരു വയർലെസ് ചാർജർ ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള സ്വിച്ചാണ് ഈ കാണുന്നത്. USB പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് ചില്ലറ കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു 7 സ്പീഡ് CVT ആണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ ലിവറും കുഴപ്പമില്ലാത്ത രീതിയിലൊരു പ്രീമിയം ലുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഹാൻഡ് റെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് നല്ലൊരു സ്പേസും കൂടി കാണാനുണ്ട്. ഹാൻഡ് ബ്രേക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ തീർത്തിട്ടുണ്ട്. ഒരുപാട് ക്രോമിൻ്റെ എലമെൻറ്റ് കാര്യങ്ങളൊന്നും എവിടെയും കാണാനൊന്നുമില്ല. ഡാഷ്ബോർഡൊക്കെ അത്യാവശ്യം പ്രീമിയം ലുക്ക് തരുന്നുണ്ട്. റൂഫ് ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ 2 നല്ല വൈറ്റ് ലൈറ്റ് ആവണേ ആണ്. 2 നല്ല വൈറ്റ് ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൺ റൂഫിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നുള്ളത്. ചെറിയൊരു സൺ റൂഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പാനോരമിക് അല്ല. അതേപോലെ തന്നെ മാനുവലി ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു പാഡും കൂടി താഴെയുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടാകുമ്പോൾ ഞാനിതൊന്ന് ഓൺ ചെയ്ത് കാണിക്കാം കേട്ടോ.
മാനുവൽ വേരിയൻറ്റിനൊക്കെ ചെറിയ റേറ്റേ വരുന്നില്ല കേട്ടോ. അതേപോലെ തന്നെ ഇത് CVT ആണ്. CVTക്ക് പോലും കമ്പാരിറ്റീവ്ലി പ്രൈസ് നോക്കുന്ന സമയത്ത് നല്ല കുറവുണ്ട്. പിന്നെ ഹോണ്ട എന്നുള്ള ഒരു ബ്രാൻഡും. ഇനി ജസ്റ്റ് നമുക്ക് ആ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ ഒരു പുഷ്പട്ട സ്റ്റാർട്ടിങ്ങിൻ്റെ ബട്ടൺ ഉണ്ട്, അതൊന്ന് നല്ല പ്രസ് ചെയ്യുക. സ്പീഡോമീറ്റർ ക്ലസ്റ്ററൊക്കെ വേറെ ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ കൊണ്ട് തീർക്കാൻ പറ്റില്ല കേട്ടോ. അതിൽ വേണമെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആ ഒരു മ്യൂസിക് സിസ്റ്റത്തിൽ കണ്ട എലവേറ്റ് എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. AC ഫുൾ ഓണിലുള്ള കേട്ടോ. കോപ്പി റൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. മ്യൂസിക് നമ്മൾ പാടെ ഒഴിവാക്കുകയാണ് കേട്ടോ. 8 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കേട്ടോ. തൊട്ട് താഴെ തന്നെ ആയിട്ട് ആ ഒരു ഓട്ടോമാറ്റിക് AC ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഈ ഒരു TFT ക്ലസ്റ്ററിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു സ്വിച്ച് ഉണ്ട്. ഇതെന്തെങ്കിലും അറിയോ നിങ്ങൾക്ക്? ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് CVT വേരിയൻ്റ് ആണ്. ഇതിൽ പാഡൽ ഷിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലിട്ട് ഡ്രൈവ് ചെയ്യാനുണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ. പൊളിയാണ് സാധനം. സ്റ്റീരിംഗ് ഒക്കെ ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ വൻ സ്മൂത്ത്നെസ് ആണ്. അജാതി സ്റ്റെബിലിറ്റിയും ഒടുക്കത്തെ കോൺഫിഡൻസും. പിന്നെ ടിൽട്ടായിട്ടും ടെലിസ്കോപ്പിക് ആയിട്ടും നമുക്ക് ഈ ഒരു സ്റ്റിയറിങ്ങിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 7 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു എഞ്ചിനും കൂടിയാണ് കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് റിവേഴ്സ് ഗിയറിലിട്ടിട്ട് അതിൻ്റെ റിവേഴ്സ് ക്യാമറയും കൂടി കാണിക്കാം കേട്ടോ. സ്പോർട്സ് മോഡ് ഉണ്ട് കേട്ടോ അതിൽ. ഇതാണ് റിവേഴ്സ് ക്യാമറേൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ റിവേഴ്സ് ക്യാമറയിലുണ്ട്. കൂടാതെ ലൈൻ വാച്ച് വ്യൂ ക്യാമറയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് റണ്ണിങ് ടൈമിൽ ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ വരുന്ന ചെറിയൊരു ബട്ടൺ ഇല്ലേ, അത് ഇതിൻ്റെ സ്പീഡോമീറ്റർ ക്ലസ്റ്ററിൻ്റെ ബ്രൈറ്റ്നസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലൊരു കാര്യമാണ് കേട്ടോ ഇത് ചെയ്ത്. നമ്മൾ രാത്രി ടൈമിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ഒരു ക്ലസ്റ്റർ വൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ചിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെന്തായാലും കളറായിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഈ ഒരു RPM മീറ്ററിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതിൽ ഒരുപാട് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അതിൻ്റെ ഡിസ്പ്ലേ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിൽ മെയിൻ സർവീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ ഒരു സ്പീഡോമീറ്റർ ക്ലസ്റ്ററിൻ്റെ കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ അതിൽ വരുത്താൻ പറ്റും. അങ്ങനെ ന്യൂജനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ജസ്റ്റ് സൺറൂഫ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ജസ്റ്റ് ഇതൊക്കെ കണ്ടോ, ഇവിടെ ഒരു 2 സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ഒരു ബട്ടൺ നല്ല ബാക്കിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൺറൂഫ് ഓപ്പൺ ആവും. ഓക്കെ, അതെന്തായാലും ഈ പ്രൈസിങ്ങിൽ സംഭവം സൂപ്പറാക്കിയിട്ടുണ്ട്. പനോരമിക് അല്ലെങ്കിലും എന്തായാലും ഇത് യൂസ് ആവും. എന്തായാലും ആ ഒരു ഡസ്റ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാനത് ക്ലോസ് ചെയ്യാണ്. പൊതുവേ എനിക്ക് ഗ്രാൻഡ് വിറ്റാരൻ്റെയും അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റിലത്തെ വണ്ടി എടുക്കുമ്പോൾ ചാവി സെറ്റൊന്നും അത്ര അങ്ങോട്ട് പിടിക്കാറില്ല കേട്ടോ. ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിന് കേട്ടത്. അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ ഹോണ്ടേൻ്റെ ആ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു പ്രീമിയം ഫീല് കിട്ടുന്നുണ്ട് കയ്യിൽ പിടിക്കുമ്പോൾ. സ്മാർട്ട് കാർഡും കൂടിയാണ് കേട്ടോ. വണ്ടിയുടെ അടുത്തുനിന്ന് മാറി വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവുന്നുണ്ട്. പിന്നെ 6 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതിൽ 4 വലിയ സ്പീക്കർ, 2 ട്യൂട്ടറാണ് കൊടുത്തിട്ടുള്ളത്. സേഫ്റ്റി സൈഡെല്ലാം പക്കയാണ് കേട്ടോ. ട്രാക്ഷൻ കൺട്രോൾ, ESP, ഹിൽ ഹോൾഡ് അസിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഇലക്ട്രിക് അല്ല വരുന്നത്, മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു കണക്കിന് നല്ലതാണ് കേട്ടോ. കുറച്ച് മെയിൻ്റെനൻസ് കോസ്റ്റ് എല്ലാം കുറയും. എന്തെങ്കിലും ഇഷ്യൂസ് എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ തന്നെയാണ് നല്ലത്. ബാക്കിൽ ഒരു കാര്യം പറയാൻ വേണ്ടി നേരത്തെ വിട്ടു കിട്ടാം, ഒന്നും കൂടി കാണിക്കുകയാണ്. ഒരു സാധനത്തിൻ്റെ കുറവ് നമുക്ക് ബാക്കിലുണ്ട് കേട്ടോ. അത് മാത്രമാണ് എനിക്കൊരു കുറവായിട്ട് തോന്നിയത് കേട്ടോ. എന്തെന്ന്, ഹാൻഡ് റെസ്റ്റ് ഇല്ല. ഇൻറ്റീരിയറിൽ നോക്കുമ്പോൾ നല്ലോണം ഡാഷ് നിറഞ്ഞ് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സെൽറ്റോസാണ് കേട്ടോ നല്ലത്. എന്താ വെച്ചാൽ ഇത് നല്ല ക്വാളിറ്റിയിൽ സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്തൊരു ഇൻറ്റീരിയറാണ്. ഇനി അതല്ല നിങ്ങൾക്ക് നല്ല ലുക്ക് മാത്രം മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് ക്രെറ്റയാണ് കേട്ടോ നല്ലത്. മൈലേജ്, സർവീസ് കോസ്റ്റ്, റീസെയിൽ വാല്യൂ ഗ്രാൻഡ് വിറ്റാര ആയിരിക്കും കേട്ടോ നല്ലത്. ഇനി ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് വേണം. കൂടാണ്ട് ബ്രാൻഡും അതേപോലെ തന്നെ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഈ ഒരു വാഹനം ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ നല്ലത് എലവേറ്റാണ് കേട്ടോ. ഒരു കാര്യം കൂടി കാണിക്കാനായിട്ട് ഈ ഒരു മിററിൻ്റെ തൊട്ട് താഴത്തായിട്ട് ചെറിയൊരു ക്യാമറയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട ഈ ഒരു ക്യാമറ, ഇതിൻ്റെ ഉപയോഗം എന്തെന്നില്ല ഞാൻ ഡ്രൈവിംഗ് ടൈമിൽ കാണിക്കാം കേട്ടോ. ഇനി വണ്ടി നമ്മളൊന്ന് ജസ്റ്റ് ഡ്രൈവിന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ആ വാഹനങ്ങളൊന്നും ആ ഒരു രീതിയിൽ മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിൻ്റെ പേരിലൊരു വിഷമം ഉണ്ടാവരുത്. ഞാൻ പറഞ്ഞതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കറക്റ്റ് അറിയണമെങ്കിൽ നിങ്ങൾ ഹോണ്ട യൂസ് ചെയ്യുന്ന കസ്റ്റമർ അടുത്ത് ജസ്റ്റ് പോയിട്ടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാവും. ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ സ്പെക്ക് അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട ഈ ഒരു ഡിസ്പ്ലേയിൽ ഇതിൽ ക്യാമറ ഓൺ ആയത് കണ്ട, ഇത് ലെഫ്റ്റ് സൈഡ് നമ്മളെ മിററിൻ്റെ താഴെയുള്ള ക്യാമറ ഓൺ ആയതാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഓൺ ആയിട്ട് നമുക്ക് അവിടുത്തെ ആ ഒരു വ്യൂ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ വേണ്ടി പറ്റും.
ഇനി എഞ്ചിൻ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 1500cc 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് കേട്ടോ നമുക്ക് ഈ എലവേറ്റിൽ വരുന്നുള്ളത്. മാനുവൽ CVT എല്ലാത്തിലും സെയിം ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് 7 സ്പീഡ് CVT ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 119 അതേപോലെ തന്നെ ടോർക്ക് വരുന്നത് 145 Nm ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ടോർക്ക് കൺവേർഷൻ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ കുഴപ്പമില്ലാത്ത മൈലേജ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഏകദേശം ഒരു 13-14 കിലോമീറ്ററിൽ മൈലേജ് നമുക്ക് ഹൈവേയിൽ കാണിക്കുന്നുണ്ട്. കമ്പനി ശരിക്കും അവകാശപ്പെടുന്ന മൈലേജ് എന്ന് പറയുന്നത് ഒരു 16-17 ആ റേഞ്ചൊക്കെയാണ് കമ്പനി പറയുന്നത് കേട്ടോ. എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് കിട്ടുന്നുണ്ട്. സർവീസൊക്കെ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടാൻ സാധ്യതയുണ്ട്. എനിവേ ബാക്ക് റിയർ സീറ്റിൽ ഇരിക്കുന്ന സമയത്തും കംഫേർട്ടിൻ്റെ കാര്യത്തിലൊന്നും ഒരു കുറവില്ല കേട്ടോ. നമ്മളെല്ലാ സീറ്റിലും മാറി മാറി ഇരുന്ന് നോക്കി അത്യാവശ്യം നല്ല കംഫേർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നല്ല യാത്രാ സുഖമാണ്. റിയറിൽ നല്ല വ്യൂവും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അകത്തേക്ക്. കറക്റ്റ് ഓയിൽ ചേഞ്ച് കാര്യങ്ങളും സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ലൈഫ് ലോങ് സുഖമായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു സാധനം. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ബ്രസ്സ അല്ലെങ്കിൽ ഒരു നെക്സോൺ അല്ലെങ്കിൽ ഒരു വെന്യൂ ആ ഒരു സെഗ്മെൻറ്റിലേക്കുള്ള ഒരു മോഡൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാനുവൽ ബേസ് മോഡലുണ്ട്. അതൊന്ന് ജസ്റ്റ് പോയി ഒന്ന് കാണണം കേട്ടോ വണ്ടി. അതിൻ്റെ പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു മോഡലുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫുൾ ഓപ്ഷനും ബേസും തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, എല്ലാം സെയിം ആണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് പോയിട്ടൊന്ന് വണ്ടി കാണുന്നതും ഒന്ന് ടെസ്റ്റ് ഡ്രൈവറിൽ എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്കുള്ള വണ്ടി ഇതായിരിക്കും. എന്തായാലും ഞാൻ ഈ ഒരു CVT മോഡലിൻ്റെ പ്രൈസ് ഞാനൊന്ന് പറയാമെന്ന് കേട്ടോ. ഇതിൻ്റെ VX മോഡലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതിൻ്റെ റേറ്റാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത്. 1480 ഇതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. അതിൽ റോഡ് ടാക്സ് ഇൻഷുറൻസും ആഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഇപ്പോൾ ഇന്നത്തെ നമ്മൾ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 17-10 അടുത്തോളം നമുക്കിതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരാൻ സാധ്യതയുണ്ട്. അത് ഡിപ്പെൻഡ് ഈ മന്ത് അനുസരിച്ചിട്ട് ചേഞ്ച് ആവും. അതുപോലെ തന്നെ ടോപ്പ് എൻഡ് മോഡലിലാണ് കേട്ടോ അഡാസ് ഫീച്ചേഴ്സ് വരുന്നുള്ളത്. അത് ചിലപ്പോൾ എല്ലാവർക്കും ഈ അഡാസ് ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുത്തതിന് ശേഷം മാത്രം ഫുൾ ഓപ്ഷനിൽ അഡാസ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അതിലേക്ക് മാറിയാൽ മതി. ഏകദേശം ഒരു 1:30 അടുത്തോളം ഡിഫറൻസ് എല്ലാ വേരിയൻറ്റിൽ നിന്നും മുകളിലേക്ക് കയറുന്ന സമയത്ത് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഹോണ്ട എലവേറ്റിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഏതെങ്കിലും ഒരു വാഹനം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളെ ചാനൽ വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരുപാട് പറഞ്ഞിട്ട് വീഡിയോക്ക് ലെങ്ത്ത് കൂട്ടുന്നില്ല കേട്ടോ. കൂടാണ്ട് നമ്മളെ ചാനലിൽ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ക്രെറ്റ അതേപോലെ സെൽട്ടോസ് നെക്സോൺ EV അങ്ങനെയുള്ള മോഡലിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മളെ ചാനലിൽ വരുന്നുണ്ട്. എല്ലാം ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിട്ട് കേട്ടോ. അപ്പോൾ മുമ്പോട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം, നമ്മൾ കൂടെ തന്നെ നിൽക്കണം. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ് ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട വീഡിയോക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷം എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് പറഞ്ഞിട്ട് ഞാൻ ബോറാക്കുന്നില്ല. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.